കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലക്കേസിൽ പ്രതികൾ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്നും നാടൻ ബോംബ് കണ്ടെത്തി. കൃഷ്ണപുരത്തെ ഒളിസങ്കേതത്തിൽ നിന്നാണ് നാടൻ ബോംബ് കണ്ടെത്തിയത്. ക്ലാപ്പനയിലെ CPIM പ്രാദേശിക നേതാവിന്റെ വീട്ടിലും പ്രതിക്കായി പോലീസ് അന്വേഷിച്ചു. അരുൺരാജ് കൊല്ലത്ത് നിന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരും. അരുൺരാജ്, ഈ ജിം സന്തോഷ് കൊലക്കേസിലെ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് പോകുന്നത്? ഇതിൽ മുഖ്യപ്രതി ഇനിയും പിടിയിലാകാനുണ്ട്, മറ്റ് സംഘാംഗങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഈ ഒളിസങ്കേതം കണ്ടെത്തിയെന്ന് പറയുന്നു. അതിന്റെ കൂടി വിശദാംശങ്ങൾ. ജിം സന്തോഷ് വധക്കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം വളരെ കാര്യക്ഷമമായി പോകുമ്പോഴും ഈ കേസിൽ ഒന്നും രണ്ടും പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെ ഉയർത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ പിടിയിലായ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾ ഈ കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ആ സ്ഥലത്തേക്ക് ഇന്ന് പോലീസ് എത്തിയത്. ഈ കൃഷ്ണപുരത്തിന് സമീപമുള്ള നക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയത്. അവിടെ വെച്ചാണ് ഈ നാടൻ ബോംബും അതുപോലെ തന്നെ പ്രതികൾ ഈ കൃത്യത്തിന് ശേഷം ആ വസ്ത്രം മാറിയതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്. ഈ കണ്ടെത്തിയ നാടൻ ബോംബ് സ്ക്വാഡിന്റെ അടക്കം സഹായത്തോടെ അവിടെ വെച്ച് നിർവീര്യമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതികളിൽ നിന്ന് ലഭിച്ച ചില വിവരത്തിന്റെ അടിസ്ഥാനത്തിലും പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ആ ക്ലാപ്പന സ്വദേശിയായ CPM പ്രാദേശിക നേതാവിനെ പോലീസ് ചോദ്യം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസ് ഇയാളിൽ നിന്ന് ആരാഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതികളിൽ ഒരാളുമായി ഈ ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന് വലിയ സൗഹൃദമുണ്ട്. ആ സൗഹൃദം ഈ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസ് വിശദീകരണം തേടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ ഒന്നും രണ്ടും പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചന കൂടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അരുൺരാജാണ് കൊല്ലത്തു നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.